പറഞ്ഞു തരണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കാണിച്ചു തരണമെന്നുണ്ടെങ്കിലോ അതിന് ചിലവുണ്ട്. അല്ല നിങ്ങളുടെ വണ്ടി എന്തൊക്കെയാണ് കുഞ്ഞുകാക്കാട് പറയുന്നത് അറിയുന്നത് അതിനൊന്നും ഇപ്പോൾ നമ്മളെ ഞാൻ അതൊക്കെ പഠിച്ചിട്ടുണ്ടാക്കി പഞ്ച് കൊണ്ടുപോയി ഒരാൾ പഞ്ചക്ക കൊടുത്തു കിട്ടാ. ചക്കക്കാലത്ത് ചക്ക കൊടുത്തു, വയറ് വീർക്കും. ചക്ക കൊടുക്കാൻ പാടില്ല, ചക്കക്കുരു കൊടുക്കാൻ പാടില്ല. പണയം എന്ന് പറഞ്ഞാൽ 4, പണയം മുറി പറഞ്ഞാൽ 4.5, തട്ടാറിന് 5, തട്ടമുറി പറഞ്ഞാൽ 5. അല്ല ഇജ്ജൊരു ചെമ്പ് ചോറ് എൻ്റെ അവിടെ വെച്ചിട്ട് പിന്നെ ബാക്കിയുണ്ട് വെച്ച് അത് തിന്ന് പറഞ്ഞാൽ പജിനെ കൊടുത്താൽ പജിനെ വയർക്കാം. ഇപ്പോൾ ഒരു പജ്ജ് അയെടുക്കാതെ ഇങ്ങനെ വീർച്ച് കുത്തിർക്ക കൂട്ടിക്കോളി. അപ്പോൾ മറ്റേ പജ്ജ് അയെടുക്കുമ്പോൾ അതിൻ്റെ കജ്ജിട്ടിട്ട് കജ്ജുമ്പോൾ കടിച്ചിന് നോക്കാണ്ട് അതിൻ്റെ കടിച്ചിന് ഒരു കടിച്ചോട്ടെ, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല പശുക്കൾ നമ്മൾ നോക്കിയിട്ട് നമുക്ക് അറിയാം. അപ്പോൾ എല്ലാവരും പറയുമല്ലോ ഇച്ച് നല്ല തിരിയും, ആ തിരിവല്ല. പൈക്കൾ പല വീതമുണ്ട്. പൈക്കൾ നമ്മൾ അവിടെ കഴുകിയിട്ട് ഒരൊറ്റ ചെറുപ്പിനിട്ട് കറക്കണം, അതാ പജ്ജ്. 2 വട്ടം 3 വട്ടം 4 വട്ടം 5 വട്ടം കുടിപ്പിച്ചിക്കാണ്ട് നെറ്റിമെന്ന് വിസർ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കച്ചവടമല്ലത്. ഇത് നല്ല നമ്മൾ 2 കജ്ജും വെച്ചിട്ട് പൈക്കൾ കറക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ പജ്ജ് കറക്കാൻ റെഡിയാണ്, കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതന്നെ. പിന്നെ ഓരോ ജാതി ഓരോ പല സൈസും ഉണ്ട്. നാടൻ പശുക്കളെന്ന് പറഞ്ഞാൽ വീട്ടാവശ്യത്തിന് ഇപ്പം അതിന് 3 4 പാല് കിട്ടുന്ന പൈക്കൾ പറഞ്ഞാൽ അതിന് നെജ്ജ് കുറച്ച് കൂടുതൽ കിട്ടും. ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ ആ പാലിന് ലേശം നെജ്ജ് കൂടി കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ലേശം ഒരു രുചി കൂടി കിട്ടും, അതാണ്. ഇപ്പോൾ നമ്മൾ 25 ലിറ്റർ പാൽ ഇറക്കുന്ന പജ്ജും 5 ഗ്ലാസ് ഇറക്കുന്ന പജ്ജായിട്ടുള്ള മാറ്റങ്ങൾ അതാണ്. ഈ 5 ഗ്ലാസ് പാൽ ഇറക്കുന്ന പജ്ജ് അതൊരു പെരയിലെ ആവശ്യത്തിനേ പറ്റുള്ളൂ, മുക്കാനും ഇതിനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുള്ളത് ലേശം കൂടി നെജ്ജ് കൂടി കിട്ടും. ഇത്രയുള്ള ചില പൈക്കൾ ഇപ്പോൾ നെജ്ജ് ലേശം കമ്മിയുള്ളതുണ്ടാവും, ചിലത് നെജ്ജ് നല്ല കൂടി കിട്ടും. അത് കൂടി പാല് കറക്കുന്ന പൈക്കൾക്ക് നെജ്ജ് ലേശം കമ്മി വരും. ഒരു 25-30 ഒക്കെ കറക്കുന്ന പൈക്കൾക്ക് നെജ്ജ് കമ്മി വരും. ഒരു കുടുംബത്തിൽ ജീവിച്ച ശരിക്ക് ഒരു 5 കുട്ടികളും തന്തിയും തള്ളിയിലുള്ളടത്തേക്ക് 4 പജ്ജ് നല്ല പജ്ജുണ്ടെങ്കിൽ ജീവിച്ചാൽ സുഖമായിട്ട് അതിനെ നോക്കിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ കേടുപാടൊന്നും വന്നതുമില്ലെങ്കിൽ നല്ല ഒരു അടിപൊളി ജീവിതം ജീവിച്ച. അത് രാവിലെ നീച്ച് കറക്കുക, പാൽ കൊണ്ടു കൊടുക്കുക, അറ്റങ്ങൾ ശുശ്രൂഷ ചെയ്യുക, കറക്കുക, കഴുകുക. നിർത്തിയാൽ ആ ഒരു കുടുംബത്തിൽ 5 കുട്ടികളും തന്തിയും തള്ളിയുള്ളവർക്ക് എവിടേക്കും പോകണ്ട, അതിട്ട് നടന്നാൽ മതി. അതുകൊണ്ട് തന്നെ കെട്ടും ചീച്ച ഉമ്മർക്ക് പോകാം, അജ്ജിന് പോകാം, എല്ലാത്തിനും അതുകൊണ്ട് വെച്ചു നേരെ വരണം. പിന്നെ ഇജ്ജേക്കുന്നൊരു പജ്ജ് വാങ്ങിക്കാണ്ട് തെങ്ങുമ്മ കൊണ്ടുപോയി കെട്ടിക്കാണ്ട് പിന്നെ കജ്ജോണ്ട് കീസിക്ക് ഇട്ടുകാണ്ട് നുള്ളു പുണ്ണാക്കി ഇട്ടുകാണ്ട് കുടിച്ച പജ്ജയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പജ്ജിന് ഇത്ര കിലോ തീറ്റ കൊടുക്കുന്നത് ഇതിനൊക്കെ കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം കൊടുത്താലും ഒന്നും പേക്കില്ല. കണക്ക് പേച്ചാൽ നെനത്തോട്ടാണ് അതിനകത്ത് തോട്ടം പാടും. ഇപ്പം ചിലവർ പറയല്ലോ വെച്ച് പേച്ചു ഞാൻ കുറേ പൈസ പോയി അത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയുന്ന കാരണം എന്താ വെച്ചാൽ ഓൽക്ക് അതിനെ പറ്റി അത്രേ അറിയുള്ളൂ. 5 കിലോ ഉണ്ടാക്കുകൊണ്ട് 5 ദിവസം വെച്ച് കൊടുക്കുന്നവർക്ക് എന്താ കിട്ടാറ് ചെയ്യാൻ? അപ്പോൾ ഇങ്ങനെ കീപ്പിട്ട് ഇങ്ങനെ കുറഞ്ഞ് വന്നിക്കാണ്ട് അത് 3 ലിറ്റർ 2 ലിറ്ററിനൊക്കെ വരും. അതാണ് കന്ന് അതിൻ്റെ മട്ടം പോലെ നോക്കി നേരക്ക് കൊണ്ടു കിടക്കുകയാണെങ്കിൽ 4 പജ്ജ് ഉണ്ടായാൽ ഒരു 5 കുട്ടികളും തന്തിയും തള്ളിയുള്ളവർക്ക് പോലെ എല്ലാ ശുശ്രൂഷയും നടക്കുക, ഉമ്മർക്ക് പോകാം, അജ്ജിന് പോകാം, കുട്ടികളെ കെട്ടിച്ചാൽ എന്തു കാര്യം ചെയ്യുക, മനുഷ്യന്മാരുടെ ഇടയിൽ അതിൻ്റെ മട്ടം പോലെ നടക്കുക. സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം കറന്നാൽ മതി. അത് ഒരു 10 മണിയാകുമ്പോൾ പോലെ രാവിലത്തെ ഏർപ്പാട് കഴിഞ്ഞു. പിന്നെ പോലെ ഉച്ചയ്ക്ക് ഒരു 2 മണി 2:30 മണി 3 മണിക്കുള്ളിൽ ഇറങ്ങിയാൽ ഉച്ചയ്ക്കുള്ള കറവും കഴിഞ്ഞാൽ ഒരു 5 മണിയാകുമ്പോൾ പോലെ എല്ലാ പണിയും കഴിഞ്ഞ് ഓൽക്ക് സൊസൈറ്റിയിൽ 60 ഉറുപ്പിക ഇപ്പോൾ വീട്ടിൽ കൊടുക്കുമ്പോൾ 75 ഉറുപ്പിക ലിറ്റർ. സൊസൈറ്റി കൊടുത്തുള്ള മെച്ചപ്പം എന്താ വെച്ചാൽ 10 ദിവസം ചെന്നിക്കാണ്ട് നമുക്കുള്ള ഒന്നിച്ചിട്ട് കിട്ടും. മറ്റേത് കിട്ടായിട്ടല്ല. ഇപ്പം പിന്നെ പഴയ കാലത്തമായിരുന്നില്ലല്ലോ. ഇപ്പോൾ ആരും പാലും ഇറച്ചിയും പച്ചയും ഇതൊന്നും കടവില്ലല്ലോ, ചായയൊന്നും കടവില്ലല്ലോ. ഇഞ്ച കുട്ടിക്കാലത്ത് ചായ അടിച്ചിക്കാണ്ട് വല്ല പിന്നെ ഇറങ്ങിപ്പോയി. ഏതേ ആ കാലമല്ല ഇപ്പോൾ, അങ്ങനത്തെ കാലമുണ്ട്. ആ കാലത്തുണ്ടായത് ഞാൻ അന്ന് നമ്മൾ ഒരു ചായ കിട്ടുകയെന്ന് പറഞ്ഞാൽ നേരം പോലത്തെ വൈകുന്നേരമോ ചായയല്ല, അന്ന് വെള്ളച്ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ കാണില്ലേ, അങ്ങനത്തെ ഒരു കാലത്തുണ്ടായത് നമ്മൾ. എരുമ ഉള്ളിടത്ത് വരും പോകാം, പക്ഷേ എരുമ വാങ്ങിക്കാണ്ട് മുതലാക്കാൻ കഴിയില്ല. വലിയ കറവുണ്ടെങ്കിൽ ഒരു എരുമ കിട്ടുകയെന്ന് വെച്ചാൽ വലിയ കറവിലൊരു എരുമ വരികയാണെങ്കിൽ ഒരു 8 ലിറ്റർ പാലൊക്കെ എരുമ രാവിലെ കിട്ടും. പജ്ജ് വേണമെങ്കിൽ നമുക്ക് 50 ലിറ്റർ ഇറക്കാൻ പറ്റും കിട്ടും. എരുമ കിട്ടില്ല, എരുമ പറച്ചിലുണ്ടാവും കിട്ടില്ല. വലിയൊരു കറവിൻ്റെ എരുമ കഴിയിൽ വലിയ എസ് വെച്ചൊരു എരുമേന് 15 ലിറ്റർ പാലേ ഉണ്ടാവുള്ളൂ. അപ്പം അത്രയും ഹൈ ലെവലാണ്, അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു പജ്ജ് അതിൻ്റെ അടുത്തുണ്ട് കൂട്ടിക്കോ, ആ പജ്ജിനെ ചൂട് കഴിച്ചക്കാണ്ട് ആ തൊടു കൂടി കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നടക്കല്ലേ.
അരത്തടിക്ക് ആശ്വാസം കിട്ടുകയാണ്, ആരോഗ്യം കിട്ടുകയാണ്. അതാണ് ഈ പൈക്കള കച്ചവടം കേട്ടോ. പൈക്കളെന്ന് പറഞ്ഞാൽ എന്തെത്താന്ന് മരുന്നാണ് എങ്ങനെ. കുട്ടികൾക്കൊക്കെ ഒരു 1/2 ഗ്ലാസ് പാല് തിളപ്പിച്ച് ചില കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇജ്ജൊക്കെ നിലത്ത് കുലച്ച് തുള്ളി ചാടും. അത് മരുന്നാണ്, പൈപ്പാൽ മരുന്ന് വെച്ച് ഡോക്ടർമാരോട് ചോദിച്ചോ, കഴിച്ച് ഡോക്ടർ ഭാഗമൊന്നും പഠിച്ചണ്ട. അതാണ് ഈ പാണ്ടൻകുട്ടി എച്ചപ്പ് പെട്ട കുട്ടി. ഇതെ കറുത്ത കുട്ടി ജേഴ്സി വർഗത്തിൽപ്പെട്ടത്. മറ്റത് ഇടപെട്ട് ജേഴ്സി, അതാ മാന്തര കുട്ടി. മറ്റത് എച്ചപ്പിൻ്റെ ചാരുള്ള കുട്ടി, ആ കറുപ്പ്. എച്ചപ്പ് പജ്ജിന്, ഒറിജിനൽ എച്ചപ്പ് പജ്ജിന് മൂക്കിൻ്റെ കാളം വെള്ള, മൂക്കിൻ്റെ കാളം വെള്ള, കുളമ്പ് വെള്ള, വാലിക്കൊഞ്ച് വെള്ള, 2 സൈഡിൽ വരെ വെള്ള വരണം. അതാണ് ഒറിജിനൽ പയ്യ്. എവിടെയെങ്കിലും ഒരു അടയാളം ഉണ്ടായതുകൊണ്ട് എച്ചപ്പാവില്ല. അതിന് എല്ലാ സ്ഥലത്തും വെക്കണം. കുളമ്പ് അടക്കം വെള്ളയാവണം, വാലിക്കൊഞ്ച് അടക്കം വെള്ളയാവണം. അതാ ഈ പൈക്കുട്ടി ഇതാ ഈ കറുപ്പ്, ഇതാണ് ഒറിജിനൽ. മൂക്കിൻ്റെ കാളത്തിന് വെള്ള, കാല്, വാലിക്കൊഞ്ച്, 2 സൈഡിൽ വെള്ള, അതൊക്കെയാണ് എച്ചപ്പ്. ഇനിയിപ്പോൾ ഒരു പജ്ജ് കൊണ്ടുപോയി ഒരാൾ പഞ്ചക്ക കൊടുത്തു വിട്ടാ, ചക്കക്കാലത്ത് ചക്ക കൊടുത്തു, വയറ് വീർക്കും. ചക്ക കൊടുക്കാൻ പാടില്ല, ചക്കക്കുരു കൊടുക്കാൻ പാടില്ല. പഞ്ചക്ക തിന്നാൽ നമ്മൾ പോയിട്ട് ഇങ്ങനെ ഒട്ടാണ്, അത് പിന്നെ എടുക്കാൻ കഴിയില്ല. അതാണ് ഈ പിന്നെ പള്ള കമ്പിച്ചു. അപ്പോൾ പറഞ്ഞു മനസ്സിലായി, പള്ള കമ്പിച്ചതിൻ്റെ കാരണം അതാണ്. അപ്പം പിന്നെ ഇത് 2 കൂടി ഒട്ടി, പിന്നെ ഇതാണ്. അങ്ങനെ ഇനി അഥവാ കിട്ടാതെ വരികയാണെങ്കിൽ വേറൊരു പജ്ജിൻ്റെ ചമക്കുമ്പോൾ എടുത്തിട്ട് മറ്റേ പജ്ജ തൊള്ളി കൊടുക്കുക, എന്നാലും ചിലക്കൊന്ന് എടുക്കും. ഇപ്പോൾ ഒരു പജ്ജ് അയെടുക്കാതെ ഇങ്ങനെ വീർച്ച് കുത്തിർക്ക കൂട്ടിക്കോളി. അപ്പോൾ മറ്റേ പജ്ജ് അയെടുക്കുമ്പോൾ അതിൻ്റെ കജ്ജിട്ടിട്ട് കജ്ജമ്മ കടിച്ചെന്ന് നോക്കാണ്ട് അതിൻ്റെ കടിച്ചു നോക്കി കടിച്ചോട്ടെ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ മറ്റേ പജ്ജിനെ തൊള്ളി കൊടുത്താൽ ആ പജ്ജിന് അയ കിട്ടും. അതൊക്കെ പറഞ്ഞു മനസ്സിലായി. അയെടുക്കാതെ ഒരു പജ്ജ് ഇങ്ങനെ വീർച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയെടുക്കുന്ന ഒരു പജ്ജിൻ്റെ തൊള്ളി കജ്ജിട്ടിട്ട് അതിൻ്റെ അയെടുത്തിക്കാണ്ട് മറ്റേ പജ്ജിനെ തൊള്ളി കൊടുക്കുക. അപ്പോൾ അത് ചമച്ച് ആ പജ്ജ് അതിനോടും കൂടെ ഇറക്കുമ്പോൾ 2ാമത് അയ കിട്ടും. അങ്ങനെയൊക്കെ വിക്കർസ്. ഇനി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഇതിന് നല്ലോ പൈസക്ക് ചിലവുണ്ട്, നല്ല പഠിപ്പ് പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഇനി അങ്ങനെ നിങ്ങൾക്ക് സ്ഥിരം അറിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഖ്യ എമൗണ്ട് നമുക്ക് കിട്ടിയേക്കണം, എന്നാലേ ഇനി കാര്യം പറയും. പിന്നെ വാച്ച, പിന്നെ നിങ്ങളെ സ്കൂളിൽ, നമ്മളടുത്ത് സ്കൂളിൽ ഒരു പഠിപ്പുണ്ട്. വാച്ചാറിന് എത്ര എനിക്കറിയും അറിയില്ല, 1നാണ് വാച്ചറിയുന്നത്. അപ്പോൾ ഈ 1 ഈ വാച്ചറിയുമ്പോൾ ഈ സ്ഥലത്തിന് ഇപ്പോൾ ഈ എങ്ങനെ കണക്കാക്കി വെച്ചാൽ പോയാൽ പറയാം. വാച്ച തരാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സ്ഥലത്തിന് സെൻറ്റിന് 1 ലക്ഷം രൂപ. ഈ സ്ഥലം അങ്ങനത്തെ സ്ഥലമുള്ള എന്ന് പറഞ്ഞാൽ 2 ലക്ഷം, അല്ലെങ്കിൽ 2 രൂപ. അത് ഈ സാധനത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്. അങ്ങനെ ഇത് 100 വരെ പഠിച്ചണം. അതിന് നല്ലൊരു മാസ്റ്റർ തന്നെ വേണം. 2-3 വീതം തിരിച്ചും മറിച്ചും പറയും. പണയം എന്ന് പറഞ്ഞാൽ 4, പണയം മുറി പറഞ്ഞാൽ 4.5, തട്ട പറഞ്ഞാൽ 5, തട്ടമുറി പറഞ്ഞാൽ 5.5, കരാതി പറഞ്ഞാൽ 6. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ കയറി പോയി 100 വരെ പറയാം. മാറ്റി പറഞ്ഞ പിന്നെ ചതപ്പമുറി എന്ന് പറയും. ചതപ്പമുറി എന്ന് പറഞ്ഞാൽ അത് 4.5, പണയമുറി പറഞ്ഞാൽ അത് 4.5. അത് ഈ പുതിയ പഴയ വാസി കൂടി പിന്നെ പുതിയ വാക്ക് ഉണ്ടാക്കാണ്. കൂടുവാസായിട്ട് കൂട്ടി ചുടക്കാർ തമ്മിൽ ഇപ്പം എനിക്കത് അറിഞ്ഞോളന്നില്ലല്ലോ. എനിക്കിപ്പോൾ ഞാൻ തട്ട ഉണ്ടാകുന്ന പറഞ്ഞാൽ എന്താ തട്ട എന്ന് പറയുന്നത് 5000 രൂപ, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ, അല്ലെങ്കിൽ 5 കോടി, അല്ലെങ്കിൽ വെറും കാലി 5. അത് ഈ സാധനത്തിനനുസരിച്ച്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് ഇങ്ങനെ പിടിച്ചിട്ട് പറയാം ഇതിന് ആ തട്ട ഉണ്ടായിരുന്നില്ല, അതിന് 5 രൂപ, ആ 5 രൂപ നമുക്ക് കൂട്ടി. എനിക്ക് പറഞ്ഞു മനസ്സിലായി. നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ ഈ ഒരു പജ്ജിനും കൂടെ തട്ട ഉണ്ടായിരുന്ന 50,000 രൂപ. അത് ഈ സാധനത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച്. ഇപ്പം എനിക്ക് പറഞ്ഞു വാക്കുകളൊക്കെ ഒന്ന് അതിങ്ങനെ മാറി മറിച്ച് 100 വരെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിനൊക്കെ ഇരുന്ന് നമുക്ക് പറഞ്ഞ് അങ്ങനെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചിരത്ത് വന്നേക്കാണ് എനിക്ക് കുറച്ച് കായും പണമൊക്കെ തന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഏതെന്തോ ഞാൻ പറഞ്ഞത് രഹസ്യക്കൊള്ളല്ല, അത് അറിയുന്ന ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ. ഞങ്ങളിപ്പോൾ 1000 ആളായിട്ട് പോയി. അതിലിപ്പോൾ ഞങ്ങൾ കച്ചവടക്കാരായിട്ട് പോയിട്ട് ഞങ്ങൾ വർത്തനം പറയുകടാ പിന്നെ തട്ടമുറി കൂട്ടിക്കോ. അപ്പോൾ അവൻ പറയും ആളിമുറി എന്നല്ല, ആളിമുറി എന്നുള്ള 750 എന്നുള്ള അവൻ പറയും ഞാൻ തട്ടമുറി കൂട്ടിക്കോ പറഞ്ഞാൽ 5.5 കൂട്ടിക്കോന്ന്. അപ്പോൾ എനിക്ക് പറഞ്ഞു മനസ്സിലായി. അങ്ങനെ ഞങ്ങളിത് ഓരോന്ന് അങ്ങനെ മാറി മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. പിന്നെ തട്ട മൂക്കി കൂട്ടിക്കോ പറയും. തട്ട മൂക്കി പറഞ്ഞാൽ 5.25. ഈ തട്ട വലുവ് കൂട്ടിക്കോ പറഞ്ഞാൽ 58.
വാച്ച കുറച്ച് കൂട്ടിക്ക് പറഞ്ഞാൽ 59. 6000 100 കുറച്ചോ ആയത് വാച്ച കുറച്ച് കൂട്ടിക്ക് പറയും. അങ്ങനെ ഓരോ വാസങ്ങളും അത് ഈ സാധനത്തിനനുസരിച്ചും ആൾക്കനുസരിച്ചും ഇങ്ങനെ പറയണം. കച്ചവടക്കാർക്ക് മനസ്സിലാവും. ഇനി അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ ഇഞ്ചിരത്ത് വരണം. നിങ്ങൾ ഇഞ്ചിരത്ത് വന്നിട്ട് ഞങ്ങൾ പറയുന്ന പീസും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് തരണം. എന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ ചരിത്രങ്ങളും പല ചരിത്രങ്ങളൊക്കെ പറയും. ഒരു പജ്ജിൻ്റെ കുട്ടി ചത്തൂട്ടാ. നമ്മൾ പജ്ജ് പെറ്റ് കുട്ടി ചത്തു. അതിനെ നമ്മൾ വേറൊരു കുട്ടീനെ കൊണ്ട് കുടിപ്പിച്ചണം എന്നുണ്ടെങ്കിൽ അതിന് കുറേ മസാലകളുണ്ട്. ആ മസാലകളൊക്കെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കാണിച്ചു തരണമെന്നുണ്ടെങ്കിലോ അതിന് ചിലവുണ്ട്. അല്ല നിങ്ങളുടെ വണ്ടി എന്തൊക്കെയാണ് കുഞ്ഞുകാക്കാട് പറയുന്നത് അറിയുന്നത് അതിനൊന്നും ഇപ്പോൾ നമ്മളെ ഞാൻ അതൊക്കെ പഠിച്ചുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന പജ്ജ് ഒരു 150 കിലോ ഉള്ളൊരു പജ്ജാണ്. ഇപ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്ന പജ്ജ് 150 കിലോ ഉള്ളൊരു പജ്ജാണ്. അതിന് 1 കിലോ അരിൻ്റെ ചോറ് കൊടുക്കാം. അല്ല ഇജ്ജൊരു ചെമ്പ് ചോറ് എൻ്റെ അവിടെ വെച്ചിട്ട് പിന്നെ ബാക്കിയുണ്ടെങ്കിൽ അത് തിന്നു പറഞ്ഞാൽ പജ്ജിനെ കൊടുത്താൽ പജ്ജിനെ വയറ് കമ്പിച്ചു. യാതൊരു അംശമില്ല. എന്ന മാതിരി എൻ്റെ അവിടെ വലിച്ച വിസയോ കാര്യങ്ങൾ ഉണ്ടായിട്ട് തിന്ന് കഴിച്ചാത്ത പൊറാട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് പജ്ജിനെ മുന്നിൽ ഇട്ട് കൊടുത്താൽ വെള്ളം വീർക്കും. ഒരു പരിധി വിട്ട വെള്ളം വീർക്കും. അപ്പോൾ അതിന് മരുന്ന് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ അയ കിട്ടൂല. ഇങ്ങനെ ബും വെച്ചിട്ട് ഇങ്ങനെ കാറ്റ് നിറച്ച മാതിരി നിൽക്കും. എന്ന മാതിരി ഒരു പജ്ജ് പ്രസവിച്ചാൽ 24 മണിക്കൂർ കാക്ക 24 മണിക്കൂറിനുള്ളിൽ മറുടുക്കേ വേണം ചാടിയില്ലെങ്കിൽ. ഇപ്പോൾ ഈ പജ്ജ് ഇപ്പോൾ 6 മണിക്ക് പെറ്റുവിടുക. 6 മണിക്ക് പെറ്റാൽ നാളെ ഒരു 12:30 1 മണി ഉച്ച വരെയൊക്കെ കാക്കുക. ഈ ചാടനും ഇല്ലാന്ന് കണ്ട മറുടുപ്പിച്ചാൽ അല്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ കടന്ന് ഗർഭപാത്രം അത് നാശമായി മുറിഞ്ഞേ പോരുള്ളൂ. അപ്പോൾ പിന്നെ മാസക്കണക്കിൽ കഴിഞ്ഞിട്ടേ പിന്നെ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പോരുള്ളൂ. അതാണ് കടക്കുമ്പോൾ ചിലത് വാസന അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് പിന്നെ കുളുക വെച്ചിട്ട് പൂത്തിങ്ങനെ പോരണം. പറഞ്ഞാൽ മനസ്സിലായോ?